ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഞാൻ എപ്പോഴും പറയും ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യമാണ്, നമ്മൾ കള്ളം പറയും. ഇപ്പോഴും കള്ളം പറഞ്ഞു ഇല്ലെന്ന് പറയാം. ഇപ്പം എന്നോട് കള്ളം പറഞ്ഞു. എന്തുവാ? സന്തോഷമില്ലാതെ വന്നിട്ടും എന്തു പറഞ്ഞു? സന്തോഷമുള്ളവർക്ക് ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ. അതാ നമ്മൾ ദൈവമക്കളുടെ പ്രത്യേകത. അതാ, എത്ര സന്തോഷമില്ലെങ്കിലും അമ്മേ, ഹൃദയം നുറുങ്ങുന്ന വേദനയിലും അമ്മ എത്ര ഭാരത്തോടെ ഇരിക്കുകയാണെങ്കിലും ഒരു ദൈവ പൈതലിന് പറയാൻ കഴിയണം. കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാ ദൈവം എന്ത് ചെയ്യുന്നേ? പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വരുന്നത്. നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ, ആമേൻ, പ്രശ്നങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, പ്രതികൂലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വായ തുറന്ന് എന്ത് പറയാൻ കഴിയത്തില്ല? ഒരു സ്തോത്രം പറയാൻ കഴിയത്തില്ല. പക്ഷേ എല്ലാം മറന്നുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സാഹചര്യങ്ങളെ മറന്നുകൊണ്ട്, പ്രതിസന്ധികളെ മറന്നുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവ പൈതലിനെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ കള്ളം പറഞ്ഞതല്ല, ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിൽ സന്തോഷിച്ചതാണെന്ത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഇന്ന് പകൽക്കാലം ആമേൻ, ദേവദാസന്റെ ആബ്സൻസിൽ എനിക്ക് കർത്താവിന്റെ വചനവുമായി ദൈവം മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നൽകി തന്ന ഒരു അവസരത്തിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വെറും ഒരു ഉപകരണമായിട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എനിക്ക് കഴിവോ പ്രസംഗത്തിന്റെ വാക്ചാതുര്യമോ ഒന്നുമില്ല. ഹല്ലേലൂയ. അക്ഷരം മനുഷ്യനെ കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. അക്ഷരത്തിന്റെ പഴക്കത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാം, പരിചയത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാം, പക്ഷേ അതൊരു പ്രസംഗമായിട്ട് മാറും. എപ്പോഴും എനിക്ക് പ്രസംഗമെന്ന് പറയുമ്പം ചേച്ചിക്ക് പ്രസംഗം അറിയാമല്ലോ, അല്ലെങ്കിൽ സിസ്റ്ററിന് പ്രസംഗിക്കാൻ അറിയാമല്ലോ എന്ന് എന്നോട് പറയും. കഴിഞ്ഞ ദിവസം ഇവിടെ ഉപവാസ പ്രാർത്ഥനയിൽ ദേവദാസൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച്, ഇന്ന് അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കാമോ എന്ന്. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. കാരണം എൻ്റെ അകത്ത് വലിയൊരു ഭയം വ്യാപരിച്ചു. കാരണം ദൈവവചനം ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് പരിചയത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒന്നല്ല. ഹല്ലേലൂയ. അങ്ങനെയും ചെയ്യാം, പക്ഷേ ദൈവവചനം ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാ. ഹല്ലേലൂയ. ഇത് ജീവന്റെ ശുശ്രൂഷയാ, ഇത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാ, ഇത് ജീവൻ കൊടുക്കുന്ന ശുശ്രൂഷയാ. അതുകൊണ്ട് ആമേ, സ്തോത്രം, ഹല്ലേലൂയ, ആമേ, സ്തോത്രം. പഴക്കത്തിലൊന്നും ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാം, പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ആമേ, അതിൻ്റെ കൂടെ ആത്മാവും കൂടെ ചലിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആമേ, സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട്. നമ്മളിവിടെ ഇരുന്ന് എത്ര സന്തോഷത്തോടെയും ഹല്ലേലൂയ, എത്ര സ്വാതന്ത്ര്യത്തോടെയും നമ്മളിവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആമേ, നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഒരു ആമേ സ്ഥിതിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരറ്റത്ത് സമാധാനമില്ലാതെ ഇന്ന് ആമേ ജനമായിരിക്കാം. ആമേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരറ്റത്ത് മാത്രമല്ല, അത് നിമിത്തം പല ഇടങ്ങളിൽ, പല ഭവനങ്ങളിൽ വിലാപങ്ങളും കരച്ചിലും നിലവിളിയും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. ഒരു മൂന്നാം യുദ്ധത്തിലേക്ക് ആമേ നമ്മുടെ രാജ്യം ആമേ കടന്നു പോകത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരു യുദ്ധത്തിൻ്റെതാകുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ടല്ലേ. പക്ഷെ നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ? ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഇന്ന് ആലയത്തിനകത്ത് പല ചെയറുകളും കാലിയായി കിടക്കുന്നു. ആമേ, സ്തോത്രം. പലരും എന്താ പറയണ്ടേ, ഒരു വലിയ ഒരു ശൂന്യത നമുക്ക് ഇന്ന് ആലയത്തിൽ കാണാം. നമ്മുടെ ദേവദാസനെ പറ്റി പറഞ്ഞിട്ടുള്ളത് പല ആലോചനകൾ രാജ്യത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്, ദേശത്തിന്റെ അപ്പോസ്തലൻ എന്നാ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്ന് വേറൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം? മധ്യസ്ഥയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ്ടേ? ആ ദേശം കർത്താവിനാൽ പിടിക്കപ്പെടണ്ടേ? അവിടെ ഇരിക്കുന്ന ജാതീയരായിട്ടുള്ള മക്കൾ കർത്താവിനെ അറിയണ്ടേ? അവിടെ ഇരിക്കുന്ന അന്ധകാര മണ്ഡലത്തിൽ നിന്ന് ആ ജനം വിടുതൽ പ്രാപിക്കണ്ടേ? അതേപോലെ നമ്മുടെ ചർച്ചിലിരിക്കുന്ന ഓരോ മക്കളെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലിക ശുശ്രൂഷയുള്ളവരെന്ന. ആ അപ്പോസ്തലിക ശുശ്രൂഷയുള്ളവർ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഹല്ലേലൂയ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയാകണ്ടേ? അനേകരെ കർത്താവിന് വേണ്ടി കരം പിടിച്ച് ഉയർത്തണ്ടേ? നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇന്ന് എന്നോട് ദൈവം പറഞ്ഞ ആലോചന ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക. അതിനു മുമ്പായി നമുക്കൊരു മിനിറ്റ് ആത്മാർത്ഥതയോടെ, ആത്മഭാരത്തോടെ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ രാജ്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം ആമേ, കഴിഞ്ഞ ദിവസം ആമേ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകുന്ന പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആമേ, സ്തോത്രം, അവിടെ അവധി ആഘോഷിക്കുവാനും ആമേ മധുവിധു ആഘോഷിക്കുവാനും ഒക്കെ
കടന്നുപോയ പലരും എന്തായി തീർന്നു? ജീവൻ നഷ്ടപ്പെട്ട് സ്തോത്രം അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പല ഭവനങ്ങളും ദുഃഖ ഭവനങ്ങളായി തീരുവാനായിട്ടിടയായി തീർന്നു. ഇന്ത്യക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇന്ത്യ ദുഃഖാചരണം നടത്തുവാനായിട്ടിടയായി തീർന്നു. പലരുടെയും ലൈവൊക്കെ നമ്മൾ കാണുവാനായിട്ടിടയായി തീർന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവരാരും ക്രിസ്തുവിലല്ല മരിച്ചത്. ഇന്ന് അനേകർ ക്രിസ്തുവിൽ മരിച്ചു എന്ന് കർത്താവെ, ക്രിസ്തുവിൽ മരിക്കപ്പെടാതെ, ക്രിസ്തുവിൽ ജീവിക്കപ്പെടാതെ അനേകർ ഇന്ന് പകൽ മരിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവെ, അവരാരും ക്രിസ്തുവിന് വേണ്ടി അല്ല മരിച്ചത്, രാജ്യത്തിനു വേണ്ടി മരിച്ചത്. കർത്താവിന്റെ വരവിൽ പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തുവിൽ ഉയർക്കപ്പെടും, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനായിട്ടിടയായി തീരും. ഇന്ന് പകൽക്കാലം നമ്മുടെ രാജ്യം കർത്താവിൻ്റെതായി തീരണം. ഹല്ലേലൂയ. രാജ്യത്ത് സമാധാനം കടന്നു വരണം. ഒരു ദേശം കർത്താവിനെ അറിയപ്പെടുവാനായിട്ടിടയായി തീരണം. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം കടന്നു വരണം. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും നമ്മുടെ ദേശത്തിന് സമാധാനം വേണമെന്ന്? സ്തോത്രം. ഇന്ത്യ നമ്മുടെ സഭയുടെ അപ്പോസ്തലന്മാർ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. ഞാൻ വചനം എടുക്കുമ്പോൾ മനസ്സിലാകും, പലരുടെയും ആയുധം നഷ്ടപ്പെട്ട സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ആയുധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നാം മൗനമായിരിക്കുന്നത്. ആയുധമുള്ളവർ ഇങ്ങനെ ഇരിക്കത്തില്ല, മൗനമായിട്ടിരിക്കത്തില്ല. പ്രാർത്ഥന എന്ന ആയുധം, സ്തുതി എന്ന ആയുധം, സ്തോത്രം എന്ന ആയുധം അതുകൊണ്ട് മഹത്വപ്പെടുത്തുന്നവർ കർത്താവിനെ ആരാധിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ദേശത്തിനു വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങുവാനായിട്ടിടയായിരിക്കും. രാജ്യത്തിന്റെ അപ്പോസ്തലന്മാർ, നമ്മുടെ സഭയുടെ അപ്പോസ്തലന്മാർ വായ്കളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാട്ട്. നമ്മുടെ ദേശത്തെ നമുക്ക് വേണം പ്രാർത്ഥിക്കുക. ഒരു സമാധാനം ഞങ്ങളുടെ രാജ്യത്ത് വേണം കർത്താവേ. ഇന്ത്യ മഹാരാജ്യം ക്രിസ്തുവിൻ്റെതായി തീരണം. ഇന്ത്യയിൽ ഒരു ദൈവിക സമാധാനം കടന്നു വരണം. എല്ലാ അസമാധാനങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. റിമനഗഡഗശന്ധരാധന. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ത്യയെ കാക്കുന്ന ഇന്ത്യയുടെ ബോർഡറിനെ കാക്കുന്ന കുറച്ച് ഭടന്മാരുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? സ്തോത്രം. അത് നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിനും ശത്രു രാജ്യമുണ്ട്, ശത്രു സൈന്യമുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് എന്തുണ്ട്? ശത്രു ഉണ്ട്, അല്ലേ? അതുപോലെ നമ്മുടെ രാജ്യത്തിനും എന്തുണ്ട്? ശത്രു ഉണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ രാജ്യം തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്? എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്? തയ്യാറായിക്കൊണ്ടായിരിക്കുന്നത്. തയ്യാറാകുമ്പം ചുമ്മാ ഒരു യുദ്ധം വരുമ്പം കല്ല് പറക്കി എറിഞ്ഞാണോ അവർ യുദ്ധത്തിന് പോകുന്നത്? എന്താ, ജസ്റ്റ് ഒരു മുളക് പൊടിയുടെ സ്പ്രേ അടിച്ചാന്നോ യുദ്ധത്തിന് പോന്നേ? കൈ അടിച്ചോണ്ടാണോ യുദ്ധത്തിന് പോന്നേ? അല്ല, യുദ്ധത്തിന് ആയുധങ്ങളുമായിട്ടാണ് അവർ പോന്നേ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു വിട്ടത്, സഭയുടെ ആയുധത്തെ മടക്കി പ്രാപിക്കാം. ഹല്ലേലൂയ. എത്ര പേര് പറയും, കർത്താവ്, എൻ്റെ ആയുധം എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇന്ന് പകലിൽ എനിക്ക് ആ ആയുധം മടക്കി തരണം. ഞാൻ കണ്ണുനീരോട് കൂടിയാ പറയുന്നത്, സഭയുടെ ആയുധം മടക്കി പ്രാപിച്ചു കഴിഞ്ഞാൽ സഭയുടെ ചെയറുകൾ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കത്തില്ല. ഹല്ലേലൂയ. ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെട്ടവരായി നാം ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നടക്കും. ശത്രു രാജ്യം നമ്മളെ അടിക്കും. ശത്രു കയറും. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചടിക്കുവാനായിട്ട് കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ആയുധം നഷ്ടപ്പെട്ടവരെ പോലെ ആയിരിക്കരുത്. ആയുധത്തെ മടക്കി പ്രാപിക്കുന്ന പകൽക്കാലമായി തീരണം. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കണം, കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ കാണുന്നു. രാജ്യത്തെ സംരക്ഷിക്കുവാൻ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ രാജ്യം, ഈ രാജ്യത്തിന് ചുറ്റും ഭടന്മാരെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക, ഞങ്ങളുടെ സഭയെ സംരക്ഷിക്കുക, ഞങ്ങൾ എവിടെയോ മറന്നു പോകുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് സമ്മതിക്കാമോ? കർത്താവേ, ഞങ്ങളുടെ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? ഒരു സാധാരണ രാജ്യം. നമ്മുടെ എന്താ പറയണ്ടേ, അത് ദൈവികമല്ല, ഐഹികമായ രാജ്യം, ഈ ലോകത്തിലെ രാജ്യം നമ്മളെ സംരക്ഷിക്കുവാൻ ഇന്ത്യയുടെ 4 ചുറ്റും എന്താക്കിയിട്ടുണ്ട്? ഭടന്മാരെ ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ദൈവരാജ്യത്തിനകത്തും ദൈവം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കാവൽക്കാരാ. സ്തോത്രം. കാവൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാ ശത്രു സൈന്യം കയറുന്നത്. ഹല്ലേലൂയ. ജനം നഷ്ടപ്പെടുന്നത്, സഭയ്ക്ക് നഷ്ടം സംഭവിക്കുന്നത്, കുടുംബങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് പകലിൽ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ആയുധം എവിടേക്കോ നഷ്ടപ്പെട്ടത് ഇന്ന് പകൽക്കാലം എനിക്ക് മടക്കി തരണോ. എൻ്റെ സഭയ്ക്ക് ഞാനൊരു
ഇടയാക്കി തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആത്മാർത്ഥമായി ഒരാൾക്ക് ശബ്ദമുയർത്തി നമ്മുടെ രാജ്യത്തെയും രാജ്യത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി ഭരണാധികാരികളെ ഓർത്തുകൊണ്ട് നമ്മുടെ സോൾജിയേഴ്സിനെ വഹിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടിയും ഒരാൾക്ക് ആത്മാർത്ഥമായി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടിച്ച് കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാവരെയും ആമേൻ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ആമേ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവവചനം വേഗത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്ത് സ്തോത്രം ദൈവസനയിൽ പ്രാർത്ഥനയോടെ താണിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിന് മുമ്പായിട്ട് ഞാൻ വേഗത്തിൽ ഒരു കാര്യം ഓടിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം ദൈവം എന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ആ വചനം ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ദൈവം തന്നതായതുകൊണ്ട് എന്നോട് ദൈവദാസനിൽ കൂടി ദൈവം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് സ്തോത്രം നൈറ്റിലെ സെക്ഷനിൽ എനിക്ക് ആ വചനം ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേര് മാത്രമേ അന്ന് ആ മീറ്റിങ്ങിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞത് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു ദൈവവചനമാണ്. ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സഭയിലെ അധികാരവും സ്തോത്രം അവകാശവും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ മടക്കി പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണം. നമുക്കറിയാം ഒരു അപ്പന് 2 മക്കള്. സ്തോത്രം. 2 പേരും എന്ത് ചെയ്തു? അതിൽ ഒരു മകൻ അപ്പൻ്റെ അവകാശമൊക്കെ പ്രാപിച്ചുകൊണ്ട് തൻ്റെ സകല സമ്പത്തും അപ്പൻ്റെ അടുത്തു നിന്നും മേടിച്ചതുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുവാനിടയായി തീർന്നു. ആ മകൻ അവിടെ ചെന്ന് സകലതും നാനാവിധമാക്കി അവൻ അതെല്ലാം നശിപ്പിച്ച ശേഷം പന്നിയുടെ കൂടെ സമയം ചിലവഴിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു? വിശപ്പ് കൊണ്ട് എന്ത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു? മരിക്കുവാന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. വിശപ്പ് കൊണ്ട് മരിക്കുവാ. അവൻ പന്നിയുടെ ആഹാരം പോലും കിട്ടാതായപ്പം അവൻ വിശപ്പ് കൊണ്ട് മരിച്ചിട്ട് അവന് സുബോധം വരുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഓർത്ത് നോക്കണം, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് സുബോധം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പലരും സ്തോത്രം എന്തുകൊണ്ടാണെന്നറിയാമോ? സ്തോത്രം നോക്കുമ്പോൾ നോർമൽ മനുഷ്യരാ, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ദൈവിക സുബോധം നഷ്ടപ്പെട്ടവരായിട്ടാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സുബോധം മടക്കി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണം. അവൻ സുബോധം വന്നപ്പോൾ അവിടെ ഇരുന്ന ഒരു കാര്യം പറഞ്ഞ കാര്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ആ ഭാഗമാ ചിന്തിപ്പിച്ചേ. സുബോധം വന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യം, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ കൂലിക്കാർ, അപ്പൻ്റെ ഭവനത്തിലുള്ളവർ അവരുടെ റിലേഷൻസ് അല്ലെങ്കിൽ മക്കളല്ല, അപ്പൻ്റെ ഭവനത്തിലെ കൂലിക്കാർ ഭക്ഷണം കഴിച്ചെന്ത് ചെയ്യുന്നു? ശേഷിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം കൂലിക്കാർക്ക് ശേഷിപ്പിക്കാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ മക്കളുടെ ശേഷിപ്പ് എത്രയായിരിക്കുമെന്ന് ഓർക്കണം. ഹല്ലേലൂയ. നമ്മുടെ അവകാശം മറന്ന്, നമ്മുടെ അധികാരം മറന്ന് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ഇരുന്നു കൊണ്ട് ആ ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കുന്നത്, കർത്താവേ ആ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. നാം കൂലിക്കാരിൽ ഒരുത്തനല്ല, അപ്പൻ്റെ മക്കളിൽ ഒരുത്തനാ. ഹല്ലേലൂയ. പക്ഷെ എന്തുകൊണ്ടാ ഈ അവസ്ഥ മറന്നുപോയെന്നറിയാമോ? എവിടെയോ വഴിയാത്രയിൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരെ യാത്ര ചെയ്തപ്പോൾ, യാത്രയുടെ ദൈർഘ്യം കൂടിയപ്പോൾ, യാത്ര അധികമായി കഴിഞ്ഞപ്പോൾ, മുന്നോട്ട് പോയപ്പോൾ, അപ്പൻ്റെ ഭവനത്തിൽ നിന്നൊരു അകൽച്ച വന്നപ്പോൾ, സുബോധം നഷ്ടപ്പെട്ടപ്പോൾ മനസ്സിലായി ഞാൻ കൂലിക്കാരിൽ ഒരുത്തനാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കൂലിക്കാരിൽ ഒരുത്തനല്ല. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് തരുക. കൂലിക്കാരിൽ പോലും ശേഷിപ്പിക്കാനുള്ളത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ മക്കളാകുന്ന നമുക്ക് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലുള്ള അഭിവൃദ്ധി ഒന്ന് ഓർത്തു നോക്കിക്കേ. അതിലൊരംശമെങ്കിലും നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ പോയി ക്ഷമ ചോദിക്കണം. കർത്താവേ, ഞാൻ ഇതുവരെയും അങ്ങയുടെ ഭവനത്തിലായിരുന്നിട്ടും ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല.
പ്രാപിച്ചിട്ടില്ല. ഇന്ന് പകലിൽ ഞാൻ മടങ്ങി വരികയാ. അപ്പന്റെ ഭവനത്തിനെ കുറിച്ചുള്ള ഒരറിവ് എനിക്കിന്ന് പകലിൽ കിട്ടിയിരിക്കുകയാ. ആമേൻ, സ്തോത്രം. എഫെസ്യർ ലേഖനം പറയുന്നു, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുയേശുവിൽ നിറച്ചിരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനിയും നമുക്ക് അപ്പൻ തരുവാനായിട്ട് ഒന്നുമില്ല. ക്രൂശിൽ കയറി അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി തന്റെ രക്തത്താൽ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു നീക്കിയിട്ട് അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ സകലതും തന്റെ സഭയാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. നമുക്ക് പണ്ടൊരു വേർപാടുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളും നമ്മളും തമ്മിൽ എന്തുണ്ടായിരുന്നു? മക്കളല്ല എന്നുള്ള. ദൈവത്തിന്റെ യഥാർത്ഥ മക്കളാരാ? സ്വന്തം മക്കളാരാ? സ്തോത്രം, ഇസ്രായേൽ ജനമാ. ആ ഒരു വേർപാടിനെ കർത്താവ് നീക്കി. ഇനി നാം കൂലിക്കാരിൽ ഒരുത്തനല്ല. സ്തോത്രം, നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കേണ്ടവനല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, വഴിയരികിലിരിക്കുന്ന കുരുടനല്ല ഞാനും നിങ്ങളും. അധികാരത്തോടെ, അഭിഷേകത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാപിച്ചെടുക്കേണ്ടവരാ. ഇപ്പോഴും കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട്, അന്ധതയിൽ ഇരിക്കുന്നത് കൊണ്ട്, എവിടെയോ ദർശനം നഷ്ടപ്പെട്ടത് കൊണ്ട്, സുബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് പ്രാർത്ഥന മാറിപ്പോയി. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടം ശരിയാണെങ്കിൽ പ്രാർത്ഥനയും ശരിയാകും. ഇരിക്കുന്ന ഇടം ശരിയല്ലാത്തത് കൊണ്ട് അവൻ പറയുക, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന്. ഹല്ലേലൂയ. എന്താ അങ്ങനെ പ്രാർത്ഥിച്ചേ? ഇരിക്കുന്ന ഇടം ശരിയല്ല. ഹല്ലേലൂയ. എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇരിക്കുന്ന സാഹചര്യം, ഇരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവം നൽകി തന്നിരിക്കുന്ന അധികാരവും പൊസിഷനും മനസ്സിലാക്കി കഴിഞ്ഞാൽ, വഴിയരിയിലിരിക്കുന്ന കുരുടനല്ല. നമ്മൾക്ക് ദൈവസഭയ്ക്ക് ദൈവം നൽകി തന്ന ചില അധികാരങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവകാശി എന്ന ഈ സ്തോത്രം ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവവചനം തിരിച്ചറിയുന്നു, അന്ന് മാത്രമേ അവകാശം പ്രാപിച്ചെന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടവരാ. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ കരയുക. കരയുന്നവർക്കാണ് പാല് കൊടുക്കുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളവരല്ല. ആ പ്രശ്നത്തെ നോക്കി കൽപ്പിക്കാനുള്ളവരാ ദൈവ പൈതൽ. ഇന്ന് പകലിൽ സഭയുടെ അധികാരത്തിലേക്ക്, അവകാശത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ദൈവസഭ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, എൻ്റെ ആയുധം. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഒരു വചനം ഷെയർ ചെയ്തു. ഞാൻ വചനം അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ദൈവനോട് സംസാരിച്ചു. ഇരുമ്പായുധം അതിൻ്റെ മൂർച്ച പോയിട്ട് അത് അതിൻ്റെ വായ്ത്തല തേക്കാതിരിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവന് വളരെയധികം ബലം പ്രയോഗിക്കേണ്ടി വരും. അപ്പൻ ഇന്ന് നമ്മളെ കൊണ്ട് ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കുമല്ലേ? അല്ലേ? അപ്പന്റെ കരത്തിലെ ആയുധമാ. അപ്പൻ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. എന്താ? വായ്ത്തല തേച്ചിട്ട് എത്രയോ ദിവസമായി. പ്രാർത്ഥനയുടെ മൂർച്ച കുറഞ്ഞിട്ട് എത്രയോ ദിവസമായി. അന്യഭാഷയുടെ മൂർച്ച കുറഞ്ഞിട്ട് എത്രയോ ദിവസമായി. സ്തുതിയുടെ മൂർച്ച കുറഞ്ഞിട്ട് എത്രയോ ദിവസമായി. അതുകൊണ്ട് എന്താ? പ്രശ്നത്തിന് മേലെ പ്രശ്നം. അതിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ആ അന്യഭാഷയൊന്ന് മടക്കി പ്രാപിക്കാമോ? കിട്ടിയതിന്റെ ഒന്ന് മൂർച്ച കൂട്ടാമോ? ആ പ്രാർത്ഥനയുടെ മൂർച്ചയൊന്ന് കൂട്ടാമോ? ആ വായ്ത്തൊലയൊന്ന് തേക്കാമോ? ശത്രുവിനൊരു പേടി സ്വപ്നമായിട്ട് നീ മാറുവാനിടയായിത്തീരും. ആലയത്തിനകത്ത് മൗനമായിരിക്കരുത്. ഇന്ന് പകലിൽ നഷ്ടപ്പെട്ട ആയുധത്തെ മടക്കി പ്രാപിക്കുക. ദൈവം ഇന്ന് പകലിൽ ചിലതിന്റെ കരത്തിൽ ആയുധത്തെ തരാൻ പോകുന്ന നിമിഷമാ. ദൈവമേ, ഹല്ലേലൂയ, എന്റെ ആയുധം എനിക്ക് തിരികെ വേണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ. ഹല്ലേലൂയ. റിമനഗടക ശന്ധരാധന വൈഡമാനഗടക ക്ഷസിയാധോരവന റിഗൽഖമനഗടക ക്ഷസിയാന്ധരാധന. ഹല്ലേലൂയ. നമ്മൾ പ്രശ്നം വരുമ്പം ആയുധം എടുത്തൊന്ന് ഉപയോഗിക്കും. പക്ഷേ ആ സമയത്ത് മൂർച്ചയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? അത് മുറിയത്തില്ല. നമുക്ക് ദേഷ്യവും വരും, അല്ലേ? നമ്മൾ പക്ഷേ ഈ ആയുധം എപ്പോഴേ എടുക്കത്തുള്ളൂ. ഈ പ്രശ്നം വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് എടുക്കത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ എന്നും ഉപയോഗിക്കണമെങ്കിൽ എന്നും പ്രശ്നം വേണമെന്നില്ല. ഞാൻ ഇന്നാളി പറഞ്ഞല്ലോ, യിരെമ്യാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ തലയെ വെള്ളവും എൻ്റെ കണ്ണുനീരിനെ കണ്ണുനീരുമാക്കണമെന്നല്ല പ്രാർത്ഥിച്ചേ, കണ്ണുനീര് ഉറവയാക്കണമെന്ന. ഈ ഉറവയുടെ പ്രശ്നം ഞാൻ ഇന്നാളി പറഞ്ഞല്ലോ. ഉറവ സീസണിൽ വറ്റിപ്പോത്തില്ല.
എന്നും അതിനകത്ത് അല്പം വെള്ളം കാണും എന്ന് പറഞ്ഞതുപോലെ ആമേ എന്നും പ്രശ്നം വന്നില്ലെങ്കിലും ഈ ഉറവയുണ്ടെങ്കിൽ ആമേ പ്രശ്നത്തിന് വേണ്ടി കാത്തിരിക്കത്തില്ല. ആമേ സ്തോത്രം. ഈ ആയുധത്തിന്റെ മൂർച്ച കൂടിക്കൊണ്ടേയിരിക്കും. ഈ ആയുധം മൂർച്ച ഉണ്ടെങ്കിൽ പ്രശ്നം വന്നാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആയുധം ഉപയോഗിക്കാൻ പാകത്തില കയ്യിലിരിക്കുന്നത്. ജസ്റ്റ് ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് സ്തുതിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാ മതി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ബലം പ്രയോഗിക്കേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ. നമുക്ക് കോട്ടേജ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭവനത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ദേവദാസൻ എല്ലാവരെയും വൈകിട്ടാവുമ്പോഴും തലേന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കണം. അത് കഴിഞ്ഞിട്ട് രാവിലെ വിളിക്കണം. അത് കഴിഞ്ഞ് ഇനിയും പോട്ടെ സൺഡേ ആരാധനയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് എത്ര ചെയർ കാലിയാ. ബലം പ്രയോഗിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. അതേസമയം അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. 1 യോഹന്നാൻ 5 പറയുന്നു, നിങ്ങളെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ആരും ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല, സഭയിൽ പോകുമെന്ന് പറയേണ്ട കാര്യമില്ല, ആരാധനയ്ക്ക് പോ മക്കളെ എന്ന് പറയേണ്ട കാര്യമില്ല, സൺഡേ സ്കൂളിന് വരണമെന്ന് പറയേണ്ട കാര്യമില്ല, ആമേൻ സ്തോത്രം യൂത്ത് മീറ്റിംഗിന് വരണമെന്ന് പറയേണ്ട കാര്യമില്ല, കർത്താവിന്റെ കാര്യങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളോട് പറയും നിങ്ങൾ ഇതിന് പോകണമെന്ന്. ഹല്ലേലൂയ. അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ഉണ്ടെങ്കിൽ പറയും, കർത്താവേ എനിക്കിന്ന് വീട്ടിലിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് സഭായോഗം മുടക്കുവാൻ കഴിയത്തില്ല, ആമേ സ്തോത്രം ഇന്ന് എനിക്ക് ആരാധനയ്ക്ക് പോകണം. ആര് വന്നോ ഇല്ലയോ, ആര് പോയോ ഇല്ലയോ, എനിക്കതറിയേണ്ട കാര്യമില്ല, ഞാൻ സമയത്ത് ഞാൻ ആലയത്തിൽ പോകും. ഹല്ലേലൂയ. എന്താ ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്? ഹല്ലേലൂയ. എവിടെയോ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, രോഗങ്ങൾ കടന്നു വന്നപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ആമേ ഞാൻ നിങ്ങളോട് നെഗറ്റീവ് പറയുമല്ലോ കേട്ടോ, അവരുടെ നിസ്സഹായാവസ്ഥ പറയുന്നയാ സിസ്റ്ററെ, ഞാൻ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ, പ്രാർത്ഥിച്ച് ഞാനിപ്പോൾ അങ്ങ് മടുത്ത്, കാരണം എന്നെ കൊണ്ട് കയറാൻ കഴിയുന്നില്ല. ചിലർ വന്ന് പറയാറുണ്ട്, വാഗ്ദത്തത്തോട് ഞാനൊന്നും അടുക്കുന്നില്ല, ആമേ സ്തോത്രം എനിക്ക് ഭയങ്കര നിരാശയാ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവരുടെ അവസ്ഥ എന്താണെന്നറിയാമോ? അവരുടെ കൂടെ ഭവനത്തിൽ ഒരു വ്യക്തി കാണത്തില്ല കൈത്താങ്ങാൻ പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ, അവർ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരത്തില്ല, അവർ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരത്തില്ല. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വിഷയം വരുമ്പോ ഒരുമിച്ചിരുന്നു കൊണ്ട് ആ വിഷയത്തെ ഏറ്റെടുത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും റെഡിയാകുവാണെങ്കിൽ ആമേ സ്തോത്രം ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. നിരാശപ്പെട്ട് പറയരുത്, എൻ്റെ പ്രാർത്ഥന ഇനി ഞാൻ നിർത്തുവാന്ന്. ഹല്ലേലൂയ. എൻ്റെ ആരാധന ഞാൻ നിർത്തുവാന്ന് പറയരുത്. കാരണം ഒരു പ്രശ്നം വരുമ്പോ പിന്നെ ഉപയോഗിക്കാൻ വളരെ പാടായിരിക്കും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. പിന്നെ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോ നമുക്കതിനെ നേരിടുവാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ദേവദാസന്മാരെ കുറ്റം പറയും, ദൈവസഭയെ കുറ്റം പറയും. ആമേ സ്തോത്രം. ഞാൻ ആ സഭയിൽ പോകുന്നത് കൊണ്ടാ. പക്ഷെ എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പ്രാർത്ഥന എവിടെയോ കുറഞ്ഞു പോയി, എൻ്റെ ആരാധനയും എൻ്റെ സ്തുതിയും എൻ്റെ പേഴ്സണൽ ദൈവമായിട്ടുള്ള ബന്ധം എവിടെയോ നഷ്ടപ്പെട്ടത് നിമിത്തം ആയുധത്തിന്റെ മൂർച്ച കൂടാഞ്ഞിട്ടല്ലേ എനിക്ക് ഈ സാഹചര്യത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം എന്നോട് പറഞ്ഞു, സഭയുടെ ആയുധം മടക്കി പ്രാപിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെയോ ആയുധം നഷ്ടപ്പെട്ടു പോയി, ആമേ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആരാന്നുള്ള ബോധ്യം അറിയാതെ ഇരിക്കുക. ചില നാളുകൾക്ക് മുമ്പ് ആമേ സ്തോത്രം ഈ അഭിഷേകവും ദൈവകൃപയും ഇത്രയും അനുഭവിക്കുന്നതിന് മുമ്പ് ദേവദാസന്റെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ദേവദാസൻ വാഹനത്തിൽ ഇരിക്കുമ്പോൾ ആമേ വിഗ്രഹങ്ങൾ നിറഞ്ഞ പട്ടണത്തിൽ കൂടി പോകുമ്പോൾ, ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. എനിക്ക് വളരെ ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കാര്യം പറയാമല്ലോ. ഞാൻ വിചാരിക്കും, ദേവദാസൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ? അതെന്ത് ചെയ്യും? തിരിച്ചടിക്കും. അന്ന് എനിക്ക് ആ ഒരു ഭയമുണ്ട്. കാരണം എനിക്ക് ഈ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്നതിന് മുമ്പുള്ള എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അതിൻ്റെ ഞാനിത് പറയുന്നത് പൊരുൾ തിരിച്ചു തരണമെന്നാണ് ദൈവവചനം പറയുന്നത്. ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. കാരണം പക്ഷേ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. പ്രാർത്ഥനയില്ലാതെ ആയുധമില്ലാതെ ഒന്നിൻ്റെ പുറകെ പോകരുത് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിചാരിക്കും, ഞങ്ങൾക്ക് പലപ്പോഴും അസ്വസ്ഥ തോന്നിയിട്ടുണ്ട്. ആമേ അമ്പലങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് ആമേ സ്തോത്ര ജാതീയ പട്ടണത്തിലൂടെ പോകുമ്പോൾ ദേവദാസൻ വാഹനത്തിലിരുന്നു കൊണ്ട് അന്യഭാഷ
അന്യഭാഷ പറയുകയും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് ഞാൻ ഈ പട്ടണത്തിലൂടെ വാഹനത്തിൽ പോകുമ്പോൾ ഞാനും അന്യഭാഷ പറയാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഞാൻ പോകുന്ന പട്ടണത്തിൽ ഒരു പൈശാചിക മണ്ഡലം ഇരിക്കരുത്. എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിമിത്തം ഈ പട്ടണത്തിലെ അന്ധകാര ശക്തികൾ ഈ ദേശത്ത് നിന്ന് എന്ത് ചെയ്യണം? ഓടിപ്പോകണം. ഹല്ലേലൂയ. അത് എന്താണെന്നറിയാമോ? ആമേ, ചില നാളുകൾ കഴിഞ്ഞപ്പോ എന്റെ വെളിപ്പാടുകൾ മാറി, ആമേ, എന്റെ കാഴ്ചപ്പാടുകൾ മാറി, എന്റെ ദർശനം മാറി. ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധത്തിന്റെ ആഴം വർദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് ആരാന്നുള്ളത്. ഹല്ലേലൂയ. ആയുധം നഷ്ടപ്പെട്ടിരുന്നപ്പോ എനിക്കതിനെ പേടിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. എൻ്റെ കരത്തിൽ ആയുധമില്ലെന്ന് നേരം ഓർത്തു നോക്കണം. അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായിരുന്നു. ആമേ, പലതിനെയും ഭയക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിനെതിരെ പ്രയോഗിക്കാനില്ലാത്ത ആയുധം കയ്യിലില്ലാത്തത് കൊണ്ടാ നാം പലതിനെയും ഭയപ്പെട്ട് ഒളിച്ചു നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? അതിനെക്കുറിച്ചുള്ള ദർശനം പ്രാപിക്കാത്തത് കൊണ്ടാ, അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കാത്തത് കൊണ്ടാ. എത്രയോ ദൈവദാസന്മാർ കടന്നു വന്ന ദൈവസഭയോട് ആലോചന അറിയിക്കുന്നു, കുടുംബങ്ങളോട് ആലോചന അറിയിക്കുന്നു. ഇന്നു വരെ പ്രാപിക്കാൻ കഴിയാത്ത എന്താണെന്നറിയാമോ? പ്രാർത്ഥന വർദ്ധിക്കുന്നില്ല, വെളിപ്പാട് വർദ്ധിക്കുന്നില്ല, ദർശനം വർദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെങ്കിലും ഭയമാ. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അകത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വേണ്ടേ? ഞാൻ പറയുന്നത് ദൈവിക കാര്യം ചെയ്യാനാ, മാനുഷികമായ കാര്യം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവികമായ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമേ സ്തോത്രം, നമുക്ക് ആയുധം വേണം. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ വ്യക്തിയായി ജീവിച്ച് സാധാരണ വ്യക്തിയായിട്ട് മരിക്കാം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് നാം എന്തെങ്കിലും നേടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആമേ സ്തോത്രം, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാം. ആമേ സ്തോത്രം, മെസ്സേജ് ആമേ ഹല്ലേലൂയ മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ വീട്ടിൽ ഇനി ഒരു മകനുണ്ട്. ഹല്ലേലൂയ. ഈ മകനെല്ലാം നശിപ്പിച്ച മകൻ സുബോധം നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോണിനെ പറ്റി പറഞ്ഞ കാര്യം അതാ. നമ്മൾ ആമേൻ പണ്ടൊക്കെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകണം. എന്ത് ചെയ്യാൻ? ഒരു തെറ്റ് ചെയ്യാൻ. അധികം നേരം ഒരാളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം ഒരു സമയത്ത് ഒരു വ്യക്തിയോട് മാത്രമേ നമുക്ക് പോയി നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വർത്താനം പറയാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അയലോക്കത്ത് ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ചു, ഒരു ആൻറ്റിയോട് ഒരു സമയത്ത് നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിട്ട് മടങ്ങി വരും, വീട്ടിൽ വരും. പക്ഷെ ഇന്ന് ഈ ഒരു സാധനം കയ്യിലുള്ളതുകൊണ്ട് അറ്റ് എ ടൈം എത്ര പേരോട് നമുക്ക് ചാറ്റ് ചെയ്ത് സമയം കളയാൻ കഴിയുമെന്നറിയാമോ? ലോകത്തിലേക്ക് പോകണ്ട. അതാ ഞാൻ പറഞ്ഞേ, ഇത് സുബോധം നഷ്ടപ്പെടുത്തുന്ന ഒന്നാ. ഈ പന്നിയുടെ അടുത്തിരിക്കുന്നിടത്തോളം കാലം അവിടെ പന്നിയെ പറ്റി പറയുന്നത് അശുദ്ധ ജീവിയാ. ഞാനന്ന് പറഞ്ഞ കാര്യം ഇതാ. ബൈബിളിൽ പറയുന്നു, വിശുദ്ധമായത് നായ്ക്കയുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? ഇട്ടുകൊടുക്കരുത്. ആമേ, നല്ല മുത്തുകളെ പന്നിയുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? ഇട്ടുകൊടുക്കരുത്. അത് ചീന്തിക്കളയുമെന്നാ പറയുന്നത്. കാരണം സുബോധമില്ല. ഇതിനകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് സുബോധമില്ലെന്ന്. നമ്മുടെ സുബോധം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ഇതിൻ്റെ കൂടെ ഇരിക്കും. എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥനയുണ്ട്, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി ഞാൻ നിന്റെ മകന് പേരിന് യോഗ്യനല്ല, പക്ഷേ നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ എന്ത് ചെയ്യണം? ഇരിക്കുന്ന ഇടം എവിടാ? അതുകൊണ്ടാ ഈ പ്രാർത്ഥന നാവിൽ നിന്ന് ഉയരുന്നത്. അപ്പനും പറയുന്നു, നീ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം വിശുദ്ധമായതൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല, ആയുധമൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല, അവകാശമൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് മടങ്ങി വരുന്നിട്ട് പറയും, അപ്പാ, ഞാനിതാ മടങ്ങി വന്നിരിക്കുന്നു, അവകാശം തരണമേ. ആയുധമെടുക്കും, മൂർച്ചയില്ല. കാരണം എന്താ? മൂർച്ച കൂട്ടേണ്ട സമയത്ത് മണിക്കൂറുകൾ ഇതിന്റെ കൂടെ ആയിരുന്നു. എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോ, സാഹചര്യം വരുമ്പോ, പ്രശ്നം വരുമ്പോ ആയുധമെടുക്കും, സ്തോത്രം പറയും, രണ്ടന്യഭാഷ പറയും, കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവസഭയുടെ അധികാരം, ദൈവസഭയുടെ അവകാശം എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എന്നെ ദൈവം മടക്കി വരുത്തിക്കൊണ്ടിരിക്കുക അപ്പൻ്റെ ഭവനത്തിലേക്ക്. ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ. ഒരു പാരമ്പര്യ വിശ്വാസിയായിട്ടാണ് ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത്. ദൈവം എന്നെ ആ പാരമ്പര്യ പെന്തക്കോസ്തിന്റെ അനുഭവം പൊട്ടിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായിട്ടുള്ളത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് തന്നതുകൊണ്ടാ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്നത് അന്യഭാഷ. ആമേ, ഹല്ലേലൂയ. ആമേ, 2 പാട്ട് പാടിയിട്ട് അതിന്റെ ലാസ്റ്റിൽ 2 അന്യഭാഷ പറഞ്ഞു നിർത്തുന്ന വ്യക്തിയായിരുന്നു ഞാൻ. കൈയടിച്ച് ആമേ, സ്തോത്രം, അവസാനത്തെ പാട്ടിന്റെ കൂടെ മാത്രം അന്യഭാഷ
അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന പാരമ്പര്യ സഭയിലെ ഒരംഗമായിരുന്നു ഞാൻ. എന്നാൽ എനിക്കിന്ന് ദൈവം പ്രകാശനം തന്നപ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം തന്നപ്പം എനിക്ക് മനസ്സിലായി, ഇതൊരായുധമാണ്. ഇത് നിനക്ക് ആ പാട്ടിന്റെ അവസാനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാനുള്ളതല്ല. ആമേൻ, സ്തോത്രം. നിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ടണമെങ്കിൽ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇതിനാ പൊരുൾ തിരിച്ചു തരിക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയാം, എൻ്റെ സഭയിൽ അങ്ങനെയായിരുന്നു. എന്നോട് ആരും പറഞ്ഞിട്ടില്ല നിനക്ക് ജോലി ചെയ്യുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കാമെന്ന്. ആമേൻ, നിനക്ക് കിടക്കുന്ന സമയത്ത് അന്യഭാഷ പറയാമെന്ന്, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അന്യഭാഷ പറയാമെന്ന്, കുക്കിംഗ് ചെയ്യുമ്പോൾ, ആമേൻ, തുണി കഴുകുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കണക്റ്റായി നിൽക്കാമെന്ന് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു കൊടുക്കും എൻ്റെ തലമുറയോട്, കുഞ്ഞെ, ദൈവമായിട്ട് നിനക്ക് സ്വർഗവുമായിട്ട് എപ്പോഴും കണക്റ്റായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും ഈ ഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോൾ ദൈവം ഒരു ദൂത് തന്നു. പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി എന്ത് ചെയ്തു? അത് എഴുതി വെക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ എന്നെ പുകഴ്ത്തി പറയുമല്ല, സ്വർഗവുമായിട്ട് കണക്റ്റായി നിന്നാൽ ദൈവം നമുക്കത് തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആയുധം നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഇനിയും ഒരു മകൻ വീട്ടിലുണ്ടായിരുന്നു അല്ലേ? നമ്മളെപ്പോലെ ആ വീട്ടിലൊരു മകനുണ്ട്. ഈ മകൻ സന്തോഷിക്കുന്ന കണ്ടപ്പം ആ മകൻ വരുന്നത് എവിടെ നിന്നാന്ന് എഴുതിയിട്ടുണ്ട്. അവൻ എവിടുന്നാ കയറി വരുന്നേ? എവിടുന്നാ? വയലിന്ന്. വയൽ എന്തിനെ കാണിക്കുന്നു? ദൈവരാജ്യത്തെ കാണിക്കുന്നു. വയൽ ദൈവരാജ്യത്തെ കാണിക്കുന്നു. ഈ വയലിൽ നിന്ന് വരുന്ന മകൻ ഈ അപ്പനോട് കോപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? കോപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. എവിടുന്നാ വരുന്നേ? വയലിൽ നിന്ന്. കോപിച്ചു. പോട്ടെ, ഞാൻ അവിടുന്ന് വിടുവാ. രണ്ടാമത് അവൻ അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ആയിരുന്നു, എനിക്കിതുവരെ നീ ഒന്നും തന്നിട്ടില്ല. അപ്പം അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ, ഇതെല്ലാം നിന്റേതായിരുന്നു, നീ എന്തേലും എടുത്തോ. വയലിലുള്ള മോൻ്റെ കാര്യം ഞാൻ പറയുന്നത്, നഷ്ടപ്പെടുത്തിയ മോൻ്റെ കാര്യമല്ല. ഈ വയലിലുള്ള മോൻ പറയുവാ, അപ്പം ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ആയിരുന്നു, നീ എനിക്ക് എന്തെങ്കിലും തന്നോ? പക്ഷേ എല്ലാം നശിപ്പിച്ചിട്ട് വന്ന നിന്റെ മകൻ വന്നപ്പോൾ നീ എന്ത് ചെയ്യുന്നു? അവനെല്ലാം കൊടുക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ വയലിലുള്ള മകൻ എന്തെങ്കിലും എടുത്തോ? അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം നിൻ്റേതായിരുന്നു, നീ എടുത്തില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ അതല്ലേ? ആയുധമെല്ലാം കണ്ടോണ്ടിരിക്കുക, അവകാശങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക, ശത്രു എവിടേക്കോ നുഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് ദൈവം ആമേ ചില വ്യക്തികളെ പരിചയപ്പെടുത്തിയിട്ട അതാ ഇന്ന് എൻ്റെ മെസ്സേജ്. ഞാൻ ഇന്ന് അതിനാ വന്നേ. ഇത് പറയേണ്ടി വന്നപ്പോഴേ സമയം പോയി. എന്തിനാ ഇത് പറയാൻ വന്നതെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നെങ്കിൽ അല്ലേ എനിക്ക് ഇന്ന് ഇത്രയും പറയണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ആലയത്തിനകത്ത് ആയുധം നഷ്ടപ്പെട്ടത് പ്രാപിക്കണം, മടക്കി പ്രാപിക്കണം. ഹല്ലേലൂയ. ആയുധം നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കണമെന്ന് പറയാൻ വന്നതാ. പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം. എവിടെയാണോ നമ്മൾ ഇരുന്നു കൊണ്ട് മൂർച്ച കൂട്ടുന്നത്, തടസ്സമാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനെ നമ്മൾ മാറ്റിവെക്കണം. അത് എന്തായിരുന്നാലും, റിലേഷൻസ് ആയിരുന്നാലും, അത് ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമായിരുന്നാലും, അത് നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ബന്ധങ്ങളായിരുന്നാലും, എന്ത് തന്നെ ആയിരുന്നാലും, അപ്പൻ്റെ അവകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ ആയുധത്തിൻ്റെ മൂർച്ചയെ കുറയ്ക്കുന്നത് എന്തായിരുന്നാലും അതിനോട് നോ പറയണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരിക്കും, നമ്മുടെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിൽ അവകാശം പ്രാപിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാന്ന് പറയാമോ? പഴയ നിയമത്തിൽ അല്ല, അത് മല്ല് പിടിച്ച് തൻ്റെ അനുഗ്രഹം പ്രാപിച്ചു. അവകാശത്തിലേക്ക് കയറിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ തലമുറയും അവകാശം പ്രാപിച്ചു. അല്ല, രണ്ട് പേരെ അവകാശത്തിലെത്തിയുള്ളൂ. അതിലൊരാളാ, ഇനിയും പറയാം. യോശുവയും കാലേബും. ഇനിയും അദ്ദേഹത്തിന്റെ മകളും അവകാശം പ്രാപിച്ചു. ഇനി ആരാന്ന് പറയാമോ? അക്സയുടെ ഫാദർ ആരാ? കാലേബ്. അപ്പന്മാർ അവകാശം പ്രാപിച്ച മക്കളും ചോദിച്ചു മേടിക്കും. ഹല്ലേലൂയ, ആമേൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പന്മാർ അവകാശം ചോദിച്ചു വാങ്ങിച്ചാൽ
മക്കളും എന്ത് ചെയ്യും? ചോദിച്ചു വാങ്ങിക്കും. ഞാൻ ആ ഭാഗം എടുത്ത് വായിപ്പിക്കാൻ സമയമില്ല, ഞാൻ ഓടിച്ച് പറയാം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേ സ്തോത്രം. എനിക്ക് തോന്നുന്നു ആ സംഖ്യാപുസ്തകം ലാസ്റ്റിലും യോശുവയുടെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. ആമേ സ്തോത്രം. മോശയുടെ കാലത്ത് സഞ്ചരിച്ചതില് പിറുപിറുത്തത് നിമിത്തവും ദൈവത്തിൽ നിന്ന് അകന്ന നിമിത്തം സ്തോത്രം ഒരു വെള്ളത്തിന്റെ അരികെ വന്നപ്പം ഭയങ്കര കലഹമുണ്ടായ നിമിത്തം ജനമെല്ലാം ചത്തൊടുങ്ങുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? എല്ലാവരെയും ഈ ഖനാൻ ദേശം എന്ന അവകാശത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു, വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. പക്ഷേ ജനത്തിന്റെ പിറുപിറുപ്പും പാപവും മന്ദതയും ഇടയ്ക്കിടയ്ക്കുള്ള ഈ പ്രശ്നം നിമിത്തം അവരെന്ത് ചെയ്യുവാനായിട്ടിടയായി തീർന്നു? അവരെല്ലാവരും ചത്തൊടുങ്ങി. പിതാക്കന്മാരിൽ ശേഷിച്ചത് 2 പേര്. ആര്? യോശുവയും കാലേബും. ഈവൻ മോശയും അഹരോനും പോലും ആ ദേശം എന്ത് ചെയ്തില്ല? കണ്ടില്ല. അവരോട് പറയുന്നു, നിങ്ങൾ അവരുടെ നേതാവായിരുന്നിട്ട് ശരിയായ ഒരു ഡിസിഷൻ മെരീബ കലഹത്തിൽ വെച്ച് എടുക്കാഞ്ഞത് കൊണ്ട് നിങ്ങളെയും ഞാൻ ആ ദേശം കാണിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവകാശത്തിന് വേണ്ടി നിൽക്കുമ്പം, അധികാരത്തിന് വേണ്ടി നിൽക്കുമ്പം ചിലതൊക്കെ സഹിക്കണം. ചിലതൊക്കെ സഹിക്കണം. ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും, ഒറ്റപ്പെടുത്തിയെന്ന് വരും, നിന്ദകൾ സഹിക്കേണ്ടി വരും, അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. ധൈര്യത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, സ്തോത്ര അവകാശങ്ങൾ പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഹല്ലേലൂയ. ഈ കാലേബ് യോശുവയും യോശുവയോട് മോശ മരിച്ചു. മോശയോടാ പറയുന്നത്, എൻ്റെ മകനായ യോശുവയും കാലേബും അവരെന്നോട് പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ അവകാശം പ്രാപിക്കും. അവർ ഈ വാഗ്ദത്ത ദേശത്തെത്തും. എന്തുകൊണ്ടാ? എന്നോട് പൂർണ്ണമായി അവിടെ ഒരു വാക്കുണ്ട്. ഇടയ്ക്കിടയ്ക്കല്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവകാശവും അനുഗ്രഹവും പ്രാപിക്കുന്നവരായിട്ടല്ല, എൻ്റെ കൂടെ പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. മന്ന കിട്ടിയപ്പം മാത്രമല്ല, കാടപ്പക്ഷി കിട്ടിയപ്പം മാത്രമല്ല, ഹല്ലേലൂയ, മാറയുടെ അനുഭവത്തിൽ മാത്രമല്ല, പിറുപിറുക്കാതെ ഭാഷകളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പ്രാപിക്കേണ്ടതാണല്ലോ എന്ന് ചോദിച്ചെത്ര പേര് അപ്പനോട് വാങ്ങിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ റൂമിൽ കയറിയിരുന്നു കൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാപിച്ച് സ്തോത്ര അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അപ്പന്റെ അടുത്തു നിന്ന് പ്രാപിച്ചെടുക്കുവാണെങ്കിൽ ഒരു ശത്രുവിനും ഒരു ഭൗതികതയ്ക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കാരണം ഞാൻ അത് തെളിയിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഭൗതിക കാര്യത്തിനു വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ പക്ഷെ നമ്മുടെ ഈ ആത്മീക കാര്യത്തിൻ്റെ എന്ത് ചെയ്യുക? മൂല്യച്യുതി നഷ്ടപ്പെടുക. പക്ഷേ നമ്മളെ ആത്മീയ കാര്യത്തിനൊന്ന് ചുമൽ കൊടുത്ത് നോക്കിക്കേ, കർത്താവ് ബാക്കി എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് അവകാശവും ആ അധികാരവും നമുക്ക് നൽകി തരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ഈ മകൾ ഈ മകളും വന്നിട്ട് അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ, നീ എന്നെ തെക്കേ നാട്ടിലേക്കാണല്ലോ അയച്ചിരിക്കുന്നത്, അവിടെ എനിക്ക് എന്തില്ല? നീരുറവ് വേണം. ഈ നീരുറവ് എന്തിനാ കാണിക്കുന്നേ? ഹല്ലേലൂയ. അവൾ അപ്പനോട് എന്താ ചോദിച്ചേ? അപ്പന്മാർ അവകാശത്തെക്കുറിച്ച് ദർശനമുള്ളവരാണെങ്കിൽ തലമുറ ഒരു പടിയും കൂടെ. അവൾ മലയല്ല ചോദിച്ചത്, അവൾ ഹല്ലേലൂയ സ്ഥലമല്ല ചോദിച്ചത്, അവൾക്ക് സ്ഥലം കിട്ടി. ഇനി അവൾക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? നീരുറവ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, കർത്താവിൽ വളരണം. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പും കൂടെ വളരണം. പാലും കുടിച്ചെന്നും ഇരിക്കരുത്. അപ്പന് വേണ്ടി വളരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ദൈവത്തോട് നീരുറവ് ചോദിച്ചു. കർത്താവിന്റെ വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ദാഹിക്കത്തില്ല. ഈ വെള്ളം കുടിക്കുന്നവൻ മരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വെള്ളത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കുവാനായിട്ടിടയായി തീരും. എന്റെയും നിങ്ങളുടെയും അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്ന് ജീവൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു നീരുറവ അപ്പനോട് ചോദിച്ചു വാങ്ങിക്കണം. ഹല്ലേലൂയ. ഒരു പക്ഷേ പിതാക്കന്മാർക്ക് ദൈവവചനം മാത്രമേ തരുവാൻ കഴിഞ്ഞുള്ളായിരിക്കാം. യേശു ക്രിസ്തുവിനെ തരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അപ്പനോട് പറയണോ, അഭിഷേകത്തിന്റെ ഒരു നീരുറവ എന്റെ സഭയ്ക്കകത്തു നിന്ന് ഒഴുകണോ. ഈ
ഇന്ന് പകലിൽ എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ കഴിയാത്തത്, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തത്, ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്തത്, ഒരു വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ കഴിയാത്തത്, ഒരു പക്ഷേ നമ്മുടെ അകത്ത് നിന്ന് ഈ നീരുറവ ഒഴുകുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാനായിട്ടിടയായി തീരും. ഈ നീരുറവ ഒഴുകുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ഒരു വ്യക്തി കടന്നു വരുവാനായിട്ടിടയായി തീരും. ആ വ്യക്തി ജീവൻ പ്രാപിക്കുവാനായിട്ടിടയായി തീരും. ആ വ്യക്തി വളരുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും, ആര് ചെയ്യുന്നത്? നീരുറവയുടെ അടുക്കൽ നിൽക്കുന്നവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ ചെയ്യുന്നത് ഒന്നും പലപ്പോഴും എന്താകുന്നില്ല, സാധിക്കുന്നില്ല. ഹല്ലേലൂയ. പലപ്പോഴും, എല്ലാവരുമല്ല കേട്ടോ, പലപ്പോഴും പലരും പറയാറുണ്ട്, കർത്താവേ, ഞാൻ ചെയ്യുന്നതൊന്നും എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഉറവയുടെ അനുഭവം, ഉറവയുടെ എവിടെയോ കുറഞ്ഞുപോയി. ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ, നീരുറവയിൽ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ഫലം കായ്ക്കണം. എനിക്ക് അവകാശങ്ങൾ വേണം, എനിക്ക് അധികാരങ്ങൾ വേണം. എന്നിൽ നിന്ന് ഫലം വന്നാലേ ഞാൻ അനേകർക്കൊരു അനുഗ്രഹമായി തീരത്തുള്ളൂ. ദൈവസഭ എങ്ങനെ ആയിത്തീരണമെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. എൻ്റെ അകത്തു നിന്ന് ഫലം വന്നാലേ ഞാൻ ഒരു അനുഗ്രഹമായി തീരൂ. ദൈവസഭയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പറയണം, കർത്താവേ, ഞാൻ ആറ്റരികത്തു നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിരിക്കും. ഞാൻ അധികാരം പ്രാപിക്കും, ഞാൻ ഹല്ലേലൂയ അവകാശം പ്രാപിക്കും. അക്സ പ്രാപിച്ചെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ഞാൻ ചില നീരുറവുകളെ എൻ്റെ അപ്പനോട് ചോദിച്ചു വാങ്ങിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയണം, കർത്താവേ, ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ഞാൻ എൻ്റെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞായിരുന്നു, എവിടെയൊക്കെയോ ഞാൻ എൻ്റെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞായിരുന്നു. ഹല്ലേലൂയ. നീരുറവയുടെ അനുഭവം എന്നിൽ നിന്ന് നഷ്ടമായതുകൊണ്ട് എവിടെയൊക്കെയോ ഫലം കായ്ക്കുവാൻ കഴിയാതെയും ഞാൻ പോയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, കർത്താവേ, എൻ്റെ ഹല്ലേലൂയ ദർശനത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാ. എൻ്റെ പ്രാർത്ഥനയുടെ മൂർച്ച ഞാൻ ഇന്ന് കൂട്ടും. ഹല്ലേലൂയ. എൻ്റെ ആയുധത്തിന്റെ മൂർച്ച ഞാൻ ഇന്ന് കൂട്ടും. എൻ്റെ അന്യഭാഷയുടെ മൂർച്ച ഞാൻ കൂട്ടും. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെ ദൈവസഭ മടങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മുടെ സഭ ദേശത്തെ പിടിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുവാനായിട്ടിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, ഹല്ലേലൂയ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, ഏത് കാലത്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്ന് ശിഷ്യന്മാർ പെരുകി വർദ്ധിച്ചു. ആമേൻ. പരിശുദ്ധാത്മാവാകുന്ന ഉറവ നമ്മളിലും എന്നിലും പെരുകുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണവും എന്ത് ചെയ്യാനായിട്ടിടയായിത്തീരും, പെരുകുവാനായിട്ടിടയായി. ഈ ഉറവ എവിടെയോ കുറഞ്ഞു പോയത് കൊണ്ടാ ഇന്ന് പെരുകൽ കുറഞ്ഞു പോയത്. ഹല്ലേലൂയ. സഭ ദേശത്ത് വർദ്ധിക്കുവാനിടയാകാത്തത് എവിടെയൊക്കെയോ നമ്മുടെ അഭിഷേകം കുറഞ്ഞു പോയത് കൊണ്ടാ, എവിടെയൊക്കെയോ നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടത് കൊണ്ടാ. നമ്മുടെ അവകാശത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. നമ്മുടെ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയില്ലെന്നല്ല ഞാൻ പറയുന്നത്. അവകാശമുണ്ട്, അവകാശമില്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും ഹല്ലേലൂയ പ്രാർത്ഥിക്കാത്തവരല്ലെന്നല്ല പറയുന്നത്. ആയുധത്തിന്റെ മൂർച്ച കൂട്ടണം, അവകാശത്തിന്റെ ഹല്ലേലൂയ ആഴം വർദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയും കൊണ്ട് ഇരുന്ന് നമുക്ക് ദേശത്തെ പിടിക്കാൻ കഴിയത്തില്ല. ഈ ആയുധം കൊണ്ട് പോയി ശത്രുവിനെ ജയിക്കുവാൻ കഴിയത്തില്ല. ശത്രുവിനെ ജയിക്കണമെങ്കിൽ ആയുധത്തിന്റെ മൂർച്ച കൂട്ടുവാനായിട്ടിടയായി തീരണം. നമുക്ക് ദേശത്തെ പിടിക്കണ്ടേ, ആത്മാക്കൾ കടന്നു വരണ്ടേ, ആമേ, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വർദ്ധിക്കണ്ടേ. പരിശുദ്ധ ആത്മാവ് നമുക്ക് തുണ നിന്നുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണണ്ടേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ, എൻ്റെ കൂടെ നിന്ന്, എൻ്റെ കുടുംബത്തിന്റെ കൂടെ നിന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറയണം, കർത്താവ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കാണുവാന്ന് പറയണം. അതെന്താണെന്നറിയാമോ?
ആമേൻ, അധികാരം കയ്യിലുള്ളപ്പോൾ, ആയുധം കയ്യിലുള്ളപ്പോൾ ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ശത്രുവിന് നിന്റെ അവകാശത്തിന്മേൽ കൈവയ്ക്കാൻ കഴിയത്തില്ല. ആമേൻ, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഇന്ന് പകലിൽ ആമേൻ നിന്നെ കയ്യിൽ തന്നെ ആ ചെങ്കോൽ തരും. ആമേൻ, എസ്തേറിനോട് കൃപയും കരുണയും കാട്ടി ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. അതെന്തിനെ കാണിക്കുന്നു? അധികാരത്തെയും പദവിയെയും ദൈവം അവൾക്ക് വേണ്ടി നീട്ടുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ആമേൻ, ദൈവത്തിന് കൃപ തോന്നണം നമ്മളോട്, ദൈവത്തിന് കരുണ തോന്നണം നമ്മളോട്. എൻ്റെ വിഷയം ഞാൻ എടുത്തതേയില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മൊർദെഖായി എന്ന മനുഷ്യനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. നെഹമ്യാവിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ഒരുപാട് വ്യക്തികളെ കുറിച്ച് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലൊന്നും തൊട്ടില്ല. ഞാൻ മൊർദെഖായെ കുറിച്ച് പറയാം, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഹല്ലേലൂയ. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ആഴത്തെ വർദ്ധിക്കും. മൊർദെഖായി ആരായിരുന്നെന്നറിയാമോ? പറയാമോ? മൊർദെഖായി ആരായിരുന്നു? എസ്തേറിന്റെ വളർത്തപ്പനായിരുന്നു. മൊർദെഖായിയുടെ ജോലി എന്താന്ന് പറയാമോ? വാതിൽ കാവൽക്കാരനായിരുന്നു നമ്മൾ പറയുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. എസ്റ്റർ ചാപ്റ്റർ 2 വേഴ്സ് 19 വായിച്ചിട്ട് പിന്നെ അതിൻ്റെ 21 കൂടെ വായിക്കണം. പക്ഷെ ആദ്യം 19 വായിക്കാം. 19-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ഞാൻ വായിക്കട്ടെ. എസ്റ്റർ 2:19. ആ ആ ആ ഇരുന്നിരുന്നു. മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു. വാതിൽ കാവൽക്കാരനല്ലായിരുന്നു. പക്ഷേ മൊർദെഖായി വാതിലിൽ ഇരുന്നിരുന്നു എന്നേ എഴുതിയിട്ടുള്ളൂ. വാതിൽ കാവൽക്കാർ വേറെ ഉണ്ട്. അവരാണ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ എന്ത് ചെയ്തേ. അപ്പം മൊർദെഖായിയുടെ ഡ്യൂട്ടി വാതിൽ കാവൽക്കാരനല്ലായിരുന്നു. മൊർദെഖായി അവിടെ ഇരുന്നിരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് മൊർദെഖായി വാതിൽ കാവൽക്കാരനായിരുന്നു എന്നാണ്. ഈ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകാം കേട്ടോ. പക്ഷേ ആ വാക്യം ഒന്ന് വായിക്കണേ. 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. വേഗത്തിൽ നിർത്താം. ഇന്ന് പറയേണ്ട വചനം ആ ആ ആ ആ ആ ആ കാലത്ത് മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിൻ്റെ 2 ഷണ്ണന്മാരായ ബിഗ്ദാനും തേരേശും. അപ്പോൾ ആ വാതിൽ കാവൽക്കാരൊക്കെയാ? മൊർദെഖായി അല്ല കേട്ടോ. മൊർദെഖായി വാതിൽക്കൽ ഇരിക്കുമ്പോൾ, മൊർദെഖായി വാതിലിൽ ഇരിക്കുമ്പോൾ അവിടെ 2 പേര് വാതിൽ കാവൽക്കാരായിട്ടുണ്ട്. അതിൻ്റെ പേര് ബിഗ്ദാനും തേരേശും. അവർ ക്രുദ്ധിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ നോക്കി. മൊർദെഖായി കാര്യമറിഞ്ഞ് എസ്തർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. നമ്മൾ ആരാ ശരിക്കും? ദൈവം എന്നോട് ഇന്ന് ചോദിക്കാൻ പറഞ്ഞു വിട്ട കാര്യം. ഞാൻ ജസ്റ്റ്, എനിക്ക് ഇനി സമയമില്ല ഇതിൻ്റെ ബാക്കി പറയാം. നമ്മൾ ആരാ ശരിക്കും? നമ്മളാരാ? സ്വർഗത്തിൽ മൗനം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ എല്ലാവരും മൗനമായി. നമ്മളാരാ ശരിക്കും? വാതിൽ കാവൽക്കാരാ. മൊർദെഖായി വാതിൽ കാവൽക്കാരനല്ലായിരുന്നു. പക്ഷേ അവൻ അവിടെ ഇരുന്നിരുന്നു. ഒരു പൊസിഷനും എന്തില്ലായിരുന്നു. അവിടെ ഇരുന്നിട്ട് വാതിൽ കാവൽക്കാർ ചെയ്യേണ്ട ജോലി വ്യക്തതയോടും കൃത്യതയോടും ചെയ്യാതിരുന്ന കാര്യം ആർക്കറിവ് കൊടുത്തു? രാജ്ഞിക്ക് അറിവ് കൊടുത്തു അല്ലേ? രാജ്ഞി, കാരണം രാജാവിനെ അന്ന് ഈ മൊർദെഖായിക്ക് ഡയറക്റ്റ് ബന്ധമില്ല. അറിവ് ഉള്ളത് ആകെ ആരെയാ? രാജ്ഞി പദത്തിലായ എസ്തേറിനെ. എസ്തേർ വളർത്തുമകളാണല്ലോ. താൻ ഒരു മകളെ അവിടെ എത്തിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഓർക്കണം നമ്മുടെ അധികാരം എന്തൊക്കെയാണ് കേട്ടോ. നമ്മൾ എവിടൊക്കെ ആരെയൊക്കെ എത്തിച്ചിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ വന്നത്. മൊർദെഖായിക്ക് അവിടെ പൊസിഷനൊന്നുമില്ല, സ്ഥാനമൊന്നുമില്ല. വാതിൽ കാവൽക്കാരായിരിക്കേണ്ടവർ
ആ കാര്യം ചെയ്യാതിരുന്നപ്പം ആ കാര്യം അറിയിക്കേണ്ട ആളെ അറിയിച്ച് രാജാവിന് സുരക്ഷിതത്വം ഉറപ്പാക്കി ആ കാര്യം എഴുതി വച്ചു. എവിടെ? രാജാവിൻ്റെ. അതായിരുന്നു ഇന്നത്തെ എൻ്റെ വിഷയം, പുസ്തകം. ഞാൻ തൊട്ടോ? എൻ്റെ വിഷയം പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. പക്ഷേ ഇത്രയും ഒന്ന് പറഞ്ഞു വരാനായിട്ട് അത് ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ എടുക്കാം. പുസ്തകത്തിൽ ദൈവം എഴുതണം. ചിലത് ഈ ദിവസങ്ങളിൽ എഴുതാൻ പറ്റുമോ? ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ട് അപേക്ഷിക്കുക, അടുത്ത ദിവസങ്ങളിൽ ഈ മെസ്സേജ് എടുക്കുന്നതിന് മുമ്പായിട്ട് പുസ്തകത്തിൽ ജലുവൻ ചിലത് എഴുതണം. ഹല്ലേലൂയ. അതിന് ദൈവസഭ അധികാരം പ്രാപിക്കണം. ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടണം, പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടണം. മറ്റാരെയും നോക്കരുത്. ദൈവസഭയ്ക്ക് വേണ്ടി ഈ മൊർദെഖായി നിന്നതുപോലെ ഒറ്റയ്ക്ക് വേണ്ടി പൊസിഷനുള്ളവർ ഒരുപാട് പേര് കാണും. ദൈവസഭയിൽ സ്ഥാനത്തിലിരിക്കുന്നവർ ഒരുപാട് പേര് കാണും. ദൈവസഭയിൽ വന്ന് പറയരുത് എനിക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല, ഞാൻ അവിടെ പോകുന്നത് കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ലെന്ന് ഒരിക്കലും പറയരുത്. മൊർദെഖായി വാതിക്കൽ ഇരുന്നു കൊണ്ട്, വാതിക്കൽ ഇരുന്നാൽ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റും. ദൈവസഭയെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തെ, നമ്മുടെ രാജാതി രാജാവിൻ്റെ സ്തോത്രം ഹൃദയം ഇരിക്കുന്നിടമാ ദൈവസഭ. ഈ ദൈവസഭയാകുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ ആരെങ്കിലും കയ്യേറ്റം ചെയ്യാൻ ആഗ്രഹിച്ചാൽ, എൻ്റെ അപ്പൻ്റെ ഹൃദയം ഇരിക്കുന്ന ഇടമാ, അതിലെ ഒരു കുടുംബത്തെ ഒരു വ്യക്തി തൊടണമെങ്കിൽ വാതിൽ കാവൽക്കാരായിരിക്കുന്നവർ എവിടെയോ തങ്ങളുടെ ദൗത്യം മറന്നു പോകുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഒരു വാതിൽ കാവൽക്കാരൻ ഇല്ലെങ്കിലും, ആമേൻ, ഒരു പൊസിഷൻ ഇല്ലെങ്കിലും മൊർദെഖായിയെ പോലെ ഇരിക്കുന്നവർ ചിലർ ദൈവത്തിനു വേണം. സൈഡിൽ ഇരുന്നു കൊണ്ട് ഒരു പൊസിഷനും ഇല്ലെങ്കിലും, ഒരു സ്ഥാനമില്ലെങ്കിലും അപ്പന്റെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന ചിലരെ കർത്താവിന് വേണം. എന്തിനാ? അപ്പന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് നിന്നെ ഒന്ന് മാനിക്കുവാൻ എൻ്റെ കർത്താവിന് ദിവസങ്ങളിൽ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കരഞ്ഞോ, മകളെ പ്രാർത്ഥിച്ചോ, മകനെ നീ ഇടിവിൽ നിന്നോ, കർത്താവ് പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. തമ്പുരാൻ ഒരു ദിവസം ഈ പുസ്തകം തുറക്കും. ഒരു പക്ഷേ നിന്നെ ആരും കാണുന്നില്ലായിരിക്കാം, ഒരു പക്ഷെ നിന്റെ തേങ്ങലുകൾ, നിന്റെ കരച്ചിലുകൾ, നിന്റെ പ്രാർത്ഥനകൾ, ആമേ, നീ രാജാവിനോട് അറിയിച്ച കാര്യം ആരും അറിഞ്ഞില്ലായിരിക്കാം. സഭയിൽ ഒരു പക്ഷേ നിന്നെ അറിയുന്നില്ലായിരിക്കാം ആരും, ദൈവദാസനും ദൈവദാസിയും നിന്നെ അറിയുന്നില്ലായിരിക്കാം. പക്ഷേ സഭയ്ക്ക് വേണ്ടി കാവൽ ചെയ്തു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, ദൈവം നിശ്ചയമായും നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയ്ക്ക് വേണ്ടി ആയിരിക്കണം, ദൈവസഭയ്ക്ക് വേണ്ടി ആയിരിക്കണം. അത് മറ്റു കാര്യത്തിനു വേണ്ടി പോയി ഇടപെട്ടിട്ട് പറയരുത്, കർത്താവേ എന്നെ ഓർക്കണമേ എന്ന്. ദൈവസഭയ്ക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ നമ്മുടെ അണിവിരലെങ്കിലും അനക്കിയ കർത്താവ് അത് മറന്നു കളയുന്ന ദൈവമല്ല. ആമേൻ. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് എന്ത് തരുമെന്ന് എഴുതിയിരിക്കുന്നേ? പ്രതിഫലം തരുമെന്ന. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും അപ്പന് പ്രതിഫലം തരാൻ വേണ്ടേ? പുസ്തകത്തിൽ എന്തെങ്കിലും എഴുതണ്ടേ? ഈ ആഴ്ച മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാലിയായിരിക്കുന്ന ചെയറുകളിലെല്ലാം ആത്മാക്കൾ കടന്നു വരണം. ദേശം വിടുവിക്കപ്പെടണം. ശിഷ്യന്മാരുടെ എണ്ണം പെരുകണം. ഇതിനെല്ലാം എന്തു വേണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്? ആയുധം വേണം, അവകാശം വേണം, നീരുറവ വേണം. ഈ ദിവസങ്ങളിൽ സഭ ഇതെല്ലാം മടക്കി പ്രാപിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ആലയം ഇങ്ങനെ ഇരിക്കത്തില്ല, ശൂന്യമായിരിക്കത്തില്ല. നമ്മുടെ ദൈവദാസൻ ശുശ്രൂഷിക്കാൻ വിവിധ ഇടങ്ങളിൽ കടന്നു പോകും. ദൈവസഭയിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ഒക്കെ എഴുന്നേൽപ്പിച്ച് ഈ ദൈവസഭയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടിടയായി തീരും. ഇതെല്ലാം ആത്മീയ ദർശനത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥന റൂമിൽ കയറിയിരുന്ന ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെ ശത്രു തൊടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നമേ ദർശനം കണ്ട് അപ്പന്റെ ചെവിയിലെത്തിച്ച് ആയുധമെടുത്ത് അതിനോട് പോരാടുന്ന ഒരു വ്യക്തിയായി ഈ സഭയിൽ ഒരു വ്യക്തിയെങ്കിലും മൊർദെഖായിയെ പോലെ ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ടിടയായിത്തീരും.
ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമുക്ക് പറയാം കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. ഒന്ന് പറയാമോ? എനിക്ക് ചില അവകാശങ്ങൾ, ദിവസങ്ങൾ വേണം കർത്താവേ, അധികാരങ്ങൾ വേണം കർത്താവേ. എൻ്റെ ആയുധത്തിന്റെ മൂർച്ചയൊന്ന് കൂട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നപ്പാ. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയുടെ മൂർച്ച, എൻ്റെ ഹല്ലേലൂയ, എൻ്റെ അന്യഭാഷയുടെ മൂർച്ച, എൻ്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മൂർച്ച ഒന്ന് കൂട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദേശത്തെ പിടിക്കുന്ന അഭിഷക്തരാക്കി ഞങ്ങളെ മാറ്റണം കർത്താവേ. സഭയ്ക്ക് ഞാനൊരു മുതൽക്കൂട്ടാകണം കർത്താവേ. എൻ്റെ സഭയിൽ ഒന്നിനെ പോലും ശത്രു തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല കർത്താവേ. അങ്ങനെ പറയുന്നവർ ഇന്ന് പകൽക്കാലം അധരമൊന്ന് തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. റിമാനഘടക അന്യഭാഷയിൽ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. റിമാനഘടക ശബ്ദരാധന വൈഡമാനഘടക ചസിയാതോ റമന. ആയുധത്തിന്റെ മൂർച്ച ഒന്ന് കൂട്ടിക്കേ, അഭിഷേകത്തിന്റെ മൂർച്ച ഒന്ന് കൂട്ടിക്കേ. സഭയൊന്ന് മടങ്ങി വരട്ടെ, പ്രാർത്ഥനയിലേക്കൊന്ന് കയറിക്കേ. ഹല്ലേലൂയ. റിമാനഘടക ശൗഡമാനകൾ കമനഘടക ചസിയാതരേ റിമാന ഘടക ശൗഡാരാബാല ധാരാജാരാബാല റിഖാരാബാല ധാരാബാഷാരാജ അദുരാരഗന ഘടക ചസിയാതോ. ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം തന്ന ആമേ ദൈവസഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.